പേളി മാണിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. നടി മെറീന മൈക്കിൾ പേളിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ പേളിക്കൊപ്പമുള്ള പഴയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടനും അവതാരകനുമായ ആദിൽ ഇബ്രാഹിം. ഇരുവരും വർഷങ്ങൾക്ക് മുമ്പ് D4 ഡാൻസ് എന്ന ഷോയിൽ ആങ്കറിംഗ് ചെയ്തിട്ടുമുണ്ട്. അന്ന് മുതലേ പേളി ഇന്നുള്ള കരിയറിലെ വളർച്ചയും സ്വീകാര്യതയും ആഗ്രഹിച്ചിരുന്നുവെന്ന് ആദിൽ പറയുന്നു. ഞാനന്ന് പേളിയെ കാണുമ്പോഴും എന്ത് പോസ്റ്റ് ചെയ്യണം, ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്നെല്ലാം അവൾക്കറിയാം. എങ്ങനെ അടുത്ത വീഡിയോ ഇടണം, എപ്പോൾ ഇൻട്രാക്ട് ചെയ്യണം എന്നെല്ലാം പേളിക്കറിയാം. കണ്ടന്റും മറ്റുമാണ് പേളിയുടെ മനസ്സിൽ എപ്പോഴും. ഞങ്ങളങ്ങനത്തെ ആളുമല്ല. D4 ഡാൻസിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തുള്ള എനർജിക്ക് ശേഷം അത് വിട്ട് ഞാൻ എന്നിലേക്ക് മാറും. പേളി ഇന്നത്തെ ജനപ്രീതിയും മറ്റും ആഗ്രഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആദിൽ പറയുന്നു. ഇതെല്ലാം അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. D4 ഡാൻസ് കഴിഞ്ഞ ഉടനെ ബിഗ് ബോസിലേക്ക് പോകുന്നു. എനിക്കും ക്ഷണം വന്നിരുന്നു. ഞാൻ പോയില്ല. ഇന്നും അതിന് പറ്റിയ ഒരാളല്ല ഞാൻ എന്ന് ആദിൽ പറയുന്നു. പക്ഷേ പേളിക്ക് കറക്റ്റായിരുന്നു ബിഗ് ബോസ്. അവിടെ വെച്ച് ശ്രീനിയെ മീറ്റ് ചെയ്യുന്നു. അവർ ഇന്ന് അടിപൊളി ദമ്പതികളാണെന്ന് ആദിൽ ചൂണ്ടിക്കാട്ടി. അനുയോജ്യരായ പങ്കാളികളാണവർ. ശ്രീനിയാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. പേളി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. പേളിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പേളിയും ശ്രീനിഷും കൂടിയാണ് ആ യൂട്യൂബ് ചാനലും ആ പേരുമെല്ലാം ഉണ്ടാക്കിയെടുത്തത്. സൈമ അവാർഡ്സിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നു. പക്ഷേ കോമ്പാറ്റിഷൻ ഷോകളും മറ്റുമാണ് ഞങ്ങൾക്കിഷ്ടം. കുറച്ച് അലമ്പാക്കാൻ പറ്റണം. പക്ഷേ അവാർഡ് ഷോകൾ വളരെ ഡീസൻ്റാണെന്ന് ആദിൽ ഇബ്രാഹിം പറയുന്നു.